എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10ാം ക്ലാസ്സിലെ ഫിസിക്സിന്റെ രണ്ടാമത്തെ ചാപ്റ്ററായ ലെൻസസ് ചാപ്റ്ററിന്റെ ലെറ്റേഴ്സസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനു മുന്നേ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉള്ള ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഹയർ ക്ലാസ്സുകളിലേക്കൊക്കെ ഒരുപാട് ആവശ്യമുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക, ഇക്വേഷൻസ് ഒക്കെ കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ്? The focal length of a convex lens is 20 centimeter. An object of height 3 centimeter is located at a distance of 60 centimeter from its optic center on the optic axis. Calculate the height of the image. What are the characteristics of the image obtained? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺവെക്സ് ലെൻസ് ആണല്ലേ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് എഫ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കോൺവെക്സ് ലെൻസിന് എങ്ങനെയാണ് ഫോക്കൽ ലെന്ത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദെൻ പിന്നെന്താണ്? ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് അല്ലെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അത് പോസിറ്റീവ് ആണ്, നമുക്കറിയാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. ദെൻ വിച്ച് ഈസ് ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 60 സെന്റിമീറ്റർ ഫ്രം ഇറ്റ്സ് ഒപ്റ്റിക് സെന്റർ. ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇല്ല, എന്താണ്, പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 60 സെന്റിമീറ്റർ അകലെയായിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള അകലം തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുവിലേക്കുള്ള അകലം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് എടുക്കുന്നത്? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഇൻസിഡന്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്? HI കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്. അവിടെ കിട്ടുന്ന ഇമേജ് ഉണ്ടല്ലോ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇമേജ് എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ഇമേജ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. എങ്കിലല്ലേ ആ ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഇമേജ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എഫും യുവും തന്നിട്ടുണ്ട് ഇല്ലേ. അപ്പൊ ഏതാണ് ഇക്വേഷൻ? നമ്മുടെ ബേസിക് ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അതിൽ നിന്ന് നമുക്ക് 1/v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ദാറ്റ് ഈസ് 1/f പ്ലസ് 1/u ആണ്. നമുക്ക് എളുപ്പത്തിൽ എഴുതാലോ. b ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു u എത്രയാണ്? -60 ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണ്. ഡിവൈഡ് ബൈ -16 പ്ലസ് 20. ഇവിടെ എത്ര വരും? -1200 എന്ന് വരും അല്ലേ. ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് വരുന്നത്? -14 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയപ്പോ ഇവിടുത്തെ ഒരു സീറോയും ക്യാൻസൽ ആയിപ്പോ പിന്നെ എത്രയാണ് വരുന്നത്? 30 വരും അല്ലേ. അതായത് +30. ബിയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി. +30 കിട്ടി. അതായത് ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? 30 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അത് ഇമേജ് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും അല്ലേ. അതായത് കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ഇരിക്കുന്നു. കോൺവെക്സ് ലെൻസിന്റെ ഈ സൈഡിലായിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതായത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇമേജിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സവിശേഷതകളും പറയാം ഇല്ലേ. അതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് ഓഫ് ദി ഇമേജും കണ്ടുപിടിക്കണം അല്ലെ. ഇമേജിന്റെ ഹൈറ്റ് ആണ് നമ്മളോട് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വിയും യു ഉണ്ട് ഇല്ലേ. പിന്നെന്താണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ആണ് ഉള്ളത് അല്ലേ. അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാലോ. മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു v/u വെച്ച് കണ്ടുപിടിക്കാം ഇല്ലേ. v എന്ന് പറഞ്ഞിരിക്കുന്നത് 30 ആണ്. u എന്ന് പറഞ്ഞിരിക്കുന്നത് -60 ആണ് അല്ലെ. അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.5 എന്ന് വരും. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്നു ഇല്ലേ. നെഗറ്റീവ് വന്നു. എന്താണ്? ഒന്നിനേക്കാളും കുറവാണ്. അത് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അതായത് HI ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ. HI കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷന് മറ്റൊരു ഇക്വേഷൻ അറിയാമല്ലോ. m ഈസ് ഈക്വൽ ടു HI ഡിവൈഡ് ബൈ HO ആണ്. അതിൽ നമുക്ക് HI എഴുതാമല്ലോ. HI ഈസ് ഈക്വൽ ടു m ഇൻറ്റു HO എന്ന് എഴുതാം ഇല്ലേ. m നമുക്കിവിടെ കിട്ടി -0.5 ഇല്ലേ. -0.5 എന്ന് കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 3 ആണ് വന്നത് ഇല്ലേ. അപ്പൊ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു -1.5 എന്ന് വരും ഇല്ലേ. -1.5 സെന്റിമീറ്റർ. അതായത്
ഹൈറ്റ് ഓഫ് ദി ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ്? -1.5 സെന്റിമീറ്റർ ആണ് അല്ലേ? എനിക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ് വന്നത്? 3 സെന്റിമീറ്റർ ആണ്. ഇമേജിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ് വന്നത്? -1.5 ആണ്. മൈനസ് വരുമ്പോൾ താഴെയാണ് നമുക്കറിയാം. 1.5 ആണ് വന്നത്. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും കുറവാണ് ഇവിടെ ഇമേജിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് പറയാമല്ലോ. ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ പറയാം? വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണ്? 30 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫോക്കൽ ലെന്ത് ഇവിടെ സപ്പോസ് ഇവിടെയാണെന്ന് ചോദിച്ചാൽ 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോക്കൽ ലെന്തിനേക്കാളും കൂടുതലല്ലേ ഇമേജ് ഡിസ്റ്റൻസ് വന്നത് ഇല്ലേ? നമുക്കറിയാം എഫ് ഇവിടെയാണ്, 2f വരുവാണെങ്കിൽ 40 വരും. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കുമല്ലോ 30 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമുക്ക് പൊസിഷൻ ഇവിടെ പറയാം. പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ഇല്ലേ? പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f എന്ന് പറയാം പൊസിഷൻ. പിന്നെ എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആണ് ഇല്ലേ? ഡിമിനിഷ്ഡ് ആണ്. ദെൻ പിന്നെന്താണ്? ഇൻവേർട്ടഡ് ആണ്. ഇൻവേർട്ടഡ് ആണ് ഇല്ലേ? തലകീഴായതാണ്. പിന്നെ അത് കിട്ടുന്ന എങ്ങനെയായിരിക്കും? റിയലും ആയിരിക്കും ഇല്ലേ? യഥാർത്ഥവുമായിരിക്കും. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജും ആയിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടും കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഫോക്കൽ ലെങ്ത് വന്നിട്ടുണ്ട് 20 സെന്റിമീറ്റർ. ആൻ ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ away from the lens. Calculate how far the screen should be placed to get a clear image. ഫോക്കൽ ലെന്ത്, ഫോക്കസ് ദൂരം എത്രയാണ്? 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? ഒബ്ജക്റ്റ് ഈസ് പ്ലേസ്ഡ് 30 സെന്റിമീറ്റർ അവേ ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്നും ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എവിടെയാണ്? 30 സെന്റിമീറ്റർ മാറിയാണ്. അപ്പൊ നമുക്ക് ഒബ്ജക്ട് ഡിസ്റ്റൻസ് u ഈസ് ഈക്വൽ ടു എത്രയാണ്? 30, അതായത് -30 ഇല്ലേ? -30 സെന്റിമീറ്റർ നമുക്ക് പറയാം. പിന്നെ എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ഹൗ ഫാർ ദ സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് ടു ഗെറ്റ് എ ക്ലിയർ ഇമേജ്. ക്ലിയർ ഇമേജ് കിട്ടാൻ വേണ്ടി, വ്യക്തമായിട്ടുള്ള പ്രതിബിംബം കിട്ടാൻ സ്ക്രീൻ എത്ര അകലെ വെക്കണം? അപ്പൊ നമുക്ക് എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചാൽ പോരെ? v കണ്ടുപിടിച്ചാൽ പോരെ? ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടതാണ് v ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ v കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ, നമ്മുടെ ലെൻസ് ഇക്വേഷൻ എപ്പോഴും നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ എഴുതിയിരിക്കണം കേട്ടോ. ആ ഇക്വേഷൻ എഴുതിയിട്ടുള്ളൂ അടുത്ത ഇക്വേഷനിലേക്ക് പോകാവുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് 1/v ആണ്. 1/v ഈസ് ഈക്വൽ ടു 1/f പ്ലസ് 1/u എന്നാണ്. v കണ്ടുപിടിക്കുക. uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ് വെച്ചിട്ട്, u എന്ന് പറഞ്ഞിരിക്കുന്നത് -30 ആണ്, എഫ് 20 ആണ്, ഡിവൈഡ് ബൈ -30 പ്ലസ് 20 വരും അല്ലെ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് v ഈസ് ഈക്വൽ ടു -600 ആണ് ഇവിടെ വരുന്നത്. ദെൻ ഡിവൈഡഡ് ബൈ എത്ര വരും? -10 വരും. മൈനസും മൈനസും ക്യാൻസൽ ആയി പോകും. പിന്നെ എത്രയാണ് വരുന്നത്? 60 വരും അല്ലെ? 60 ആണ് നമുക്ക് ഇവിടെ വരുന്നത്. ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്? 60 ആണ്. അതായത് നമുക്ക് എന്ത് പറയാം? ലെൻസിൽ നിന്നും 60 സെന്റിമീറ്റർ മാറി അല്ലെ? ലെൻസിൽ നിന്നും 60 സെന്റിമീറ്റർ മാറി നമ്മൾ സ്ക്രീൻ വെക്കണം അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് 60 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ് എന്ന് പറയണം കേട്ടോ. അപ്പൊ അതങ്ങനെ എഴുതണം കേട്ടോ. നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ എന്താണ്? അതനുസരിച്ച് എഴുതണം കേട്ടോ. സ്ക്രീൻ ഷുഡ് ബി അല്ലെ? സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് കേട്ടോ. സ്ക്രീൻ ഷുഡ് ബി പ്ലേസ്ഡ് at a distance 60 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. ലെൻസിൽ നിന്നും 60 സെന്റിമീറ്റർ അകലത്തിൽ എന്താണ് സ്ക്രീൻ നമ്മൾ വെക്കുക. ക്ലിയർ ആയല്ലോ? ഇനി അതിന്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബി പാർട്ട് ഇത് ഹൈറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് 1.2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഹൈറ്റ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.2 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. വാട്ട് വിൽ ബി ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അപ്പിയറിംഗ് ഓൺ ദി സ്ക്രീൻ? അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് ആണ് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്കറിയാം ബി ഉണ്ട്, യു ഉണ്ട് ഇല്ലേ? അപ്പൊ മാഗ്നിഫിക്കേഷൻ കണ്ടിട്ട് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. മാഗ്നിഫിക്കേഷൻ m ഈസ് ഈക്വൽ ടു v ബൈ യു ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു v നമുക്ക് 60 എന്ന് കിട്ടി. ഡിവൈഡഡ് ബൈ യു എന്ന് വെച്ചാൽ -30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? -2 എന്ന് വരും അല്ലെ? -2 എന്ന് ആൻസർ കിട്ടും. അതായത് മാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ -2 എന്ന് കിട്ടി. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ m ഈസ് ഈക്വൽ ടു hi ബൈ ho ആണെന്നറിയാം. അതിൽ നമുക്ക് hi കണ്ടുപിടിക്കാം. അതായത് m ഇൻറ്റു ho വെച്ചിട്ട് അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു m എത്രയാണ്? -2 ആണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട് 1.2 ആണ് അല്ലെ? അപ്പൊ എത്ര വരും ആൻസർ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ദാറ്റ് ഈസ് ഈക്വൽ ടു -2.4 സെന്റിമീറ്റർ.
അല്ലെ 2.4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്കറിയാം ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1.2 ആണ്. അപ്പൊ അതിനേക്കാളും കൂടിയ ഹൈറ്റിലുള്ള ഇമേജ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. Then third question നോക്കാം. The focal length of a convex lens is 100 millimeter. Then an object of height 15 millimeter is located 60 millimeter from the optic center on its optic axis. ഇതാണ് ഫോക്കൽ ലെന്ത്. ഒരു കോൺവെക്സ് ലെൻസ് ആണ്. ഫോക്കൽ ലെന്ത് 100 millimeter എന്ന് പറഞ്ഞിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണല്ലോ, അപ്പൊ പോസിറ്റീവ് ആണ്. റൈറ്റ് സൈഡിലല്ലേ ഫോക്കൽ ലെന്ത്. ദെൻ പിന്നെ എന്താണ് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ് HO എന്ന് പറഞ്ഞിരിക്കുന്നത് 15 millimeter ആണ് തന്നിട്ടുണ്ട്. ഇതാണ് അത് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്? ഒപ്റ്റിക് സെന്ററിൽ നിന്ന് 60 millimeter, അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് -60 millimeter ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എഴുതി. ഇനി എന്താണ് വേണ്ടത്? ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഡ്രോ ഇറ്റ്സ് റേ ഡയഗ്രാം ഓൺ എ ഗ്രാഫ് പേപ്പർ ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചോദിച്ചിട്ടുണ്ട്. ഗ്രാഫ് പേപ്പറിൽ നമ്മൾ എന്താണ് അതിന്റെ റേ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം ഗ്രാഫ് പേപ്പർ വെച്ചിട്ട് നിങ്ങളൊന്ന് വരയ്ക്കാൻ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പൊ ഞാൻ ഇതൊന്ന് റഫായിട്ട് നിങ്ങളൊന്ന് വരച്ച് കാണിക്കാം കേട്ടോ. നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വൃത്തിയായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. ലെൻസ് ഇത് ഒപ്റ്റിക് സെന്റർ ആണ്. ഇത് ഞാൻ ഫോക്കസ് ആയിട്ട് കൺസ് ചെയ്തു. ഇവിടെയും ഫോക്കസ് ഉണ്ട്. അപ്പൊ ഫോക്കൽ ലെന്ത് വന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെന്ത് ഇവിടെ 100 millimeter എന്ന് വന്നിട്ടുണ്ട്. പിന്നെന്താണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 60 millimeter എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയും 100 ആണല്ലോ, ഇവിടം വരെ 100 ആണ്. അപ്പൊ ഇതിന്റെ ഇടയിലായിട്ടായിരിക്കുമല്ലോ വരുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷനിലാണ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട് 1.5. OB ആണ് ഒബ്ജക്റ്റ്, അതിന്റെ ഹൈറ്റ് 1.5 എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഒബ്ജക്ട് ഡിസ്റ്റൻസ് 60 millimeter വരുന്നത്. ക്ലിയർ ആയാലോ? ഇനി എന്താണ് നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുക. അതായത് കൊണ്ടല്ലേ ഒന്നിവിടെ വന്ന് എന്നിട്ട് പിന്നെ എന്താണ് ഫോക്കസിൽ കൂടെ കേട്ടോ, കറക്റ്റ് ഫോക്കസിൽ കൂടെ പോകണം കേട്ടോ. അതിനടുത്ത് ഒപ്റ്റിക് സെന്ററിൽ കൂടെ പോകണം കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം. ഞാനിപ്പോ എന്ത് സംഭവിക്കും? ജോയിൻ ചെയ്യല. പിന്നെ എന്താണ് നമ്മൾ ബാക്കിലേക്കല്ലേ, നമ്മൾ ബാക്കിലേക്കാണ് വരയ്ക്കുന്നത് അല്ലെ. ബാക്കിലേക്ക് വരച്ചിട്ടത് ജോയിൻ ചെയ്യുവാണ് ചെയ്യുന്നത്, നമുക്കറിയാം ഇല്ലേ. അങ്ങനെ നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. കാരണം ഒബ്ജക്റ്റ് ഇരിക്കുന്ന എവിടെയാണ്? ഫോക്കസിനും ലെൻസിന്റെ ഇടയിലല്ല. അപ്പൊ ഇങ്ങനെയാണ് ഇങ്ങനെ ബാക്കിലേക്ക് നമ്മൾ ഡോട്ട് ഇട്ടിട്ട് വരയ്ക്കുക. അപ്പൊ ഇവിടെയായിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? ഇമേജ് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ റേ ഡയഗ്രാം കേട്ടോ. നിങ്ങൾ ഗ്രാഫ് പേപ്പർ വരുവാണെന്നുണ്ടെങ്കിൽ അതിലെ കോളംസ് ഒക്കെ വെച്ച് എടുത്ത് വരയ്ക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ റഫായിട്ട് ഇങ്ങനെ വരയ്ക്കുക കേട്ടോ. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇമേജ് ഉണ്ടാവുന്നത് എവിടെയാണ്? ഈ എഫിന് ബാക്ക് സൈഡിലായിട്ടാണ് ഇമേജ് ഉണ്ടാവുന്നത്. നമ്മൾ ഓൾറെഡി റേ ഡയഗ്രത്തിൽ പഠിച്ചിട്ടുള്ളതാണ്. എഫിനും ഒയ്ക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് എവിടെയായി? ബാക്ക് സൈഡിലായിരിക്കും ഉണ്ടായിരുന്നത്. അതായത് വെർച്വൽ ഇമേജ് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് വെർച്വൽ ഇമേജ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്, നമുക്കറിയാം. പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഫൈൻഡ് ദ പൊസിഷൻ ആൻഡ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. പൊസിഷൻ, നമുക്ക് പൊസിഷൻ നമുക്ക് എങ്ങനെ പറയാം? വസ്തുവിന്റെ അതേ സൈഡിൽ നിന്ന് തന്നെ പറയാമല്ലോ. അതായത് പൊസിഷൻ ഓഫ് ദി ഇമേജ് ഈസ് ഓൺ ദ സെയിം സൈഡ് ഓഫ് ദ ഒബ്ജക്റ്റ് എന്ന് പറയാം അല്ലെ. ഒബ്ജക്റ്റിന്റെ സെയിം സൈഡിലാണ് പൊസിഷൻ. അപ്പൊ നമുക്ക് പൊസിഷൻ വേണമെങ്കിൽ പറയാമല്ലോ. പൊസിഷൻ എന്ത് പറയാം? ഓൺ ദ സെയിം സൈഡ് എന്ന് പറയാം അല്ലെ. ഓൺ ദ സെയിം സൈഡ്, ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ് എന്ന് പറയാം. ഓൺ ദ സെയിം സൈഡ് ഓഫ് ദി ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന്റെ അതേ സെയിം സൈഡിലാണ് എന്തുണ്ടാകുന്നത്? ഇമേജ് ഉണ്ടാകുന്നത്. ഇനി എന്താണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ഇവിടെ ചോദിച്ചിട്ടുണ്ടോ? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ്? ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കണമല്ലോ. അപ്പൊ എഫ് ഉണ്ട് യു ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇമേജ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അതായത് വി നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. വി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? നമ്മൾ ഇക്വേഷൻ കണ്ടായിരുന്നല്ലോ. UF ഡിവൈഡ് ബൈ U പ്ലസ് എഫ്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് വി കണ്ടുപിടിക്കാം. യു എന്ന് പറഞ്ഞാൽ -60 ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്ന 100 ആണ്. ഡിവൈഡ് ബൈ -60 പ്ലസ് 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് എത്രയാണ്? 6000 വരും. ഡിവൈഡ് ബൈ 40 ആണ് ഇവിടെ വരുന്നത്. ക്യാൻസൽ ആയി പോയി. ഇവിടെ എത്രയാണ് വരുന്നത്? -150 വരും അല്ലെ. -150 millimeter എന്ന് വരും. അതായത് ഇമേജ് ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 150 millimeter ആണ്. മൈനസ് ആണ് കേട്ടോ, ലെഫ്റ്റ് സൈഡിലാണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ -150 millimeter എന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്? ഇമേജിലേക്കുള്ള ദൂരം നമുക്ക് കിട്ടിയത്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു V/U ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു V -150 ആണ്. U എന്ന് പറഞ്ഞിരിക്കുന്ന -60 ആണ്. മൈനസും ക്യാൻസൽ ആയി പോകും. പിന്നെ എന്താണ്? 0 പോയി 15 ഡിവൈഡ് ബൈ 6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 2.5 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ വാല്യൂ 2.5 ആണ്. വി നോ ദാറ്റ് M ഈസ് ഈക്വൽ ടു എന്താണ്? HI/HO ആണ്. or HI is equal to M into HO വെച്ച് നമുക്ക് ചെയ്യാം. That is equal to 2.5 into height of the object. ഇതാണ് 15 തന്നിട്ടുണ്ട്.
അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 37.5 എന്ന് വരും. 37.5 millimeter എന്താണ് ഹൈറ്റ് ഓഫ് ദി ഇമേജ്. മനസ്സിലായല്ലോ? അപ്പൊ റേ ഡയഗ്രം വരച്ചിട്ടാണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത്. റേ ഡയഗ്രം വരയ്ക്കാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിക്കും. അപ്പൊ ഏത് രീതിയിൽ ചോദിച്ചാലും നിങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം കേട്ടോ. മനസ്സിലായല്ലോ? ഇനി അതിന്റെ ബി പാർട്ട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മാഗ്നിഫിക്കേഷൻ ഇഫ് ദ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ് ഈസ് 20 millimeter. ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് 20 millimeter ആവുകയാണെങ്കിൽ യു എന്ന് പറഞ്ഞിരിക്കുന്നത് 20 millimeter മൈനസ് ആണ് കേട്ടോ. -20 millimeter ആവുകയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്യണം അല്ലെ? എന്താണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ എല്ലാം കണ്ടുപിടിക്കണ്ടേ? ഇതേ രീതിയിൽ തന്നെ ചെയ്യുക. അപ്പൊ എങ്ങനെയാണ്? വി കണ്ടുപിടിക്കണം. വി ഈസ് ഈക്വൽ ടു യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു യു എന്ന് പറഞ്ഞിരിക്കുന്നത് -20 ആണ് ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? യു -20 ആണ് പ്ലസ് 100 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ എത്രയാണെന്ന് -2000 അല്ലെ ഡിവൈഡഡ് ബൈ ഇവിടെ എത്ര വരും? 80 വരും ഇല്ലേ? 0 പോയി മൈനസ് അവിടെയുണ്ട്. അപ്പൊ എത്രയാണ് വരുന്നത്? 200 ഡിവൈഡഡ് ബൈ 8 ഇല്ലേ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു -25 എന്ന് വരും. -25 millimeter. അതായത് ബി എന്ന് പറഞ്ഞിരിക്കുന്ന -25 millimeter എന്ന് വന്നു. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം? മാഗ്നിഫിക്കേഷൻ ആണല്ലോ. അപ്പൊ മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. എം ഈസ് ഈക്വൽ ടു വി ബൈ യു വെച്ച് കണ്ടുപിടിക്കാം. വി -25 ആണ്. യു എന്ന് പറഞ്ഞിരിക്കുന്ന -20 ആണ് ഇല്ലേ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസും ക്യാൻസൽ ആയി പോകും. ദാറ്റ് ഈസ് 1.25 എന്ന് വരും. മാഗ്നിഫിക്കേഷൻ 1.25. രണ്ടാമത്തെ പാർട്ടിന്റെ. ആദ്യത്തെ പാർട്ടിനാണ് കേട്ടോ റെഡിൽ എഴുതിയിരിക്കുന്നത്. രണ്ടാമത്തെ പാർട്ടിന്റെ ബ്ലൂ കളറിലാണ് എഴുതിയിരിക്കുന്നത്. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കി എഴുതുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് വൺ. 4 statements are given regarding the image formed by a concave lens. Find and choose the correct answer. എന്നാണ് ഒരു കോൺകേവ് ലെൻസ് രൂപപ്പെടുത്തുന്ന പ്രതിബിംബവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ആദ്യത്തെ നോക്കിയേ. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ്. ഏത് ലെൻസ് ആണ്? കോൺകേവ് ലെൻസ് ആണ് അല്ലേ? കോൺകേവ് ലെൻസിന്റെ കേസിൽ എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആൻഡ് ഇൻവേർട്ടഡ് ആയിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആയിരിക്കുമോ? ഇൻവേർട്ടഡ് ആണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ. കോൺകേവ് ലെൻസ് ആണല്ലോ, അപ്പൊ വെർച്വൽ ഇമേജ് ആണ്. ഡിമിനിഷ്ഡ് ആൻഡ് വെർച്വൽ, അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ ഇറ്റ് വിൽ ബി മാഗ്നിഫൈഡ് ആൻഡ് വെർച്വൽ. കോൺകേവ് ലെൻസിന്റെ കേസിൽ നമ്മൾ കണ്ടായിരുന്നു എപ്പോഴും ഡിമിനിഷ്ഡ് ഇമേജ് ആണ് കിട്ടുന്നത്. അപ്പൊ എന്താണ്? അത് തെറ്റാണ്. ഇറ്റ് വിൽ ബി ഡിമിനിഷ്ഡ് ആൻഡ് ഇറക്റ്റ്. ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് നേരെയാണല്ലോ, നിവർന്നതാണല്ലോ. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്? ഓൺലി ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ്. ദെൻ ഓൺലി ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് അത് തെറ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ആണ് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ഇല്ലേ? സെക്കൻഡും ഫോർത്തും എന്താണ്? ട്രൂ ആണ്. അപ്പം സി ആണ് ഇവിടെ വരുന്നത്. ക്ലിയർ ആയല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A concave lens has a focal length of 50 centimeter. What will be its power? Concave lens ആണ്. focal length തന്നിട്ടുണ്ട്. എത്രയാണ്? 50 centimeter. Concave lens ആണല്ലേ? അപ്പൊ എവിടെയാണ് focal length? ഫോക്കസ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? നെഗറ്റീവ് വരും. -50 centimeter. അപ്പൊ നമുക്ക് പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. പവറിന്റെ ഇക്വേഷൻ നമുക്കറിയാം 1/f ആണ്. പക്ഷെ പവർ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പവറിന്റെ യൂണിറ്റ് ഏതാണ്? ഡയോപ്റ്റർ ആണ് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഡയോപ്റ്റർ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് എങ്ങനെയായിരിക്കണം? ഏതിലായിരിക്കണം? മീറ്ററിൽ എടുത്താൽ മാത്രമേ ഉള്ളൂ സാധിക്കത്തുള്ളൂ. അതായത് 1 മീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസിന്റെ പവർ ആണ് ഡയോപ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മീറ്ററിലായിരിക്കണം ഫോക്കൽ ലെങ്ത് എടുക്കേണ്ടത്. എപ്പോഴും ശ്രദ്ധിച്ചോണം കേട്ടോ. അപ്പൊ ഇതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എത്ര വരും? -50 ഡിവൈഡ് ബൈ 100 കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 എന്ന് വരും അല്ലെ? -1/2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? -0.5 അല്ലെ? 0.5 മീറ്റർ. അപ്പൊ ഇത് വളരെയധികം ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിച്ചോണം. സെന്റിമീറ്ററിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മില്ലിമീറ്റർ ആണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് ആക്കിയിട്ടേ ഉള്ളൂ പവർ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അപ്പൊ പവർ P ഈസ് ഈക്വൽ ടു 1 എത്രയാണ്? -0.5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10 കൊണ്ട് നമുക്ക് താഴെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പൊ എത്ര വരും? 10 ഡിവൈഡ് ബൈ ഇവിടെ എത്ര വരും? 5 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -2D എന്ന് വരും. അപ്പൊ എത്ര കിട്ടി? പവർ ഓഫ് എ ലെൻസ് ഈസ് -2D. മൈനസ് വരണം അല്ലേ? കോൺകേവ് ലെൻസിന്റെ പവർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നെഗറ്റീവ് വാല്യൂ ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ രീതിയിൽ വേണം ചെയ്യാവുള്ളൂ കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം മനസ്സിലായല്ലോ? എപ്പോഴും പവർ കണ്ടുപിടിക്കണമെങ്കിൽ ഫോക്കൽ ലെന്ത് മീറ്ററിലേക്ക് ആക്കിയിട്ട് വേണം ചെയ്യാവുള്ളൂ. Then 6th question.
Find the most appropriate statement related to the telescope. ടെലിസ്കോപ്പുമായിട്ട് ബന്ധപ്പെട്ട അനുയോജ്യമായിട്ടുള്ള പ്രസ്താവന എഴുതാനാണ്, കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? The objective lens has a shorter focal length and the eyepiece lens has a longer focal length. എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കസ് ദൂരം എങ്ങനെയാണ്? കുറവാണ്. ഐ പീസിന് ഫോക്കൽ ലെങ്ത് കൂടുതലുമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? അല്ലല്ലോ, അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ്. ടെലിസ്കോപ്പ് ആണല്ലേ, ടെലിസ്കോപ്പ് ആണ്, അപ്പൊ തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി അടുത്ത്, the objective lens has a longer focal length and the eyepiece has a shorter focal length. അല്ലെ, ഒബ്ജക്റ്റീവ് ലെൻസിന് ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, ഐ പീസിന് ഫോക്കൽ ലെങ്ത് കുറവാണ്. അതെങ്ങനെയാണ്? അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ടെലിസ്കോപ്പിനെ സംബന്ധിച്ചിടത്തോളം. അടുത്തത്, ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ഐ പീസ് ലെൻസ് ആർ കോൺകേവ് ലെൻസ്. ശരിയാണോ? അല്ല, അത് തെറ്റാണ്. ഒബ്ജക്റ്റീവ് ലെൻസ് വിൽ ബി കോൺകേവ് ലെൻസ് ആൻഡ് ഐ പീസ് വിൽ ബി കോൺവെക്സ്. ഒരിക്കലും അല്ല, രണ്ടും കോൺവെക്സ് ലെൻസ് തന്നെയാണ്. അപ്പം ബി ആണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. Then 7th question, when an object is placed in front of a lens, the image formed is inverted. Is it real or virtual? എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു ലെൻസിന്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുകയാണ്. ദി ഇമേജ് ഫോംഡ് ഈസ് ഇൻവേർട്ടഡ്. ഇമേജ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? ഇൻവേർട്ടഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് റിയൽ ആയിരിക്കോ വെർച്വൽ ആയിരിക്കും? ഇൻവേർട്ടഡ് ആവുകയാണെങ്കിൽ എന്ത് തന്നെയായിരിക്കും? റിയൽ ആയിരിക്കുമല്ലോ, ഇല്ലേ? റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇനി അതിന്റെ ബി പാർട്ട് എന്താണ്? What will you do if you want another image of this obtained image to be real, erect and of the same size? അതായത് അനദർ ഇമേജ് നമുക്ക് കിട്ടണം. അതെങ്ങനെയാണ്? അത് റിയലും ഇറക്റ്റും അപ്പം സെയിം സൈസും കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് വരച്ചു നോക്കാം കേട്ടോ, എന്താണ് നമുക്കിവിടെ കിട്ടുന്നത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് വരയ്ക്കുകയാണ്. കൃത്യമായിട്ട് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് വരയ്ക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഇവിടെ ലെൻസ് ഉണ്ട്. അതായത് ഒപ്റ്റിക് സെന്റർ, ഫോക്കസ്, ഇവിടെ ഏകദേശം 2F. ഇതൊക്കെ കൃത്യമായിട്ട് അളന്ന് വരച്ചാലേ ഉള്ളൂ കറക്റ്റ് വാല്യൂ ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കറക്റ്റ് എത്ര സെന്റിമീറ്റർ ആണോ അതെടുത്ത് വരയ്ക്കുക. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടാണ് ഇൻവേർട്ടഡ് ഇമേജ് ആ കിട്ടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും? എന്തായാലും ഇൻവേർട്ടഡ് ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈഡിലായിരിക്കുള്ള ഇമേജ് കിട്ടുന്നത്. പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് നോക്കിയേ, നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അനദർ ഇമേജ് കിട്ടണം. അതെങ്ങനെയായിരിക്കണം? റിയലി ഇറക്റ്റ് ആൻഡ് സെയിം സൈസ് ആയിരിക്കണം. സെയിം സൈസ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സെയിം സൈസിൽ ഇമേജ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് ശരിക്കും എവിടെയായിരിക്കും വെക്കേണ്ടത്? 2F നമ്മൾ പഠിച്ചിട്ടുണ്ടോ? റേഡിയോഗ്രഫി പഠിച്ചിട്ടുണ്ടോ? 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് 2F തന്നെ കിട്ടും. അതായത് സെയിം സൈസ് ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ ഈ 2F വെക്കുവാണ് കേട്ടോ. 2F ഞാൻ ഇവിടെ ഒരു ഒബ്ജക്റ്റിനെ ഞാൻ ഇവിടെ വെച്ചു. ക്ലിയർ ആയല്ലോ? ഇനി നമ്മള് അതിന്റെ കാര്യങ്ങളൊക്കെ വരയ്ക്കുകയാണ്. ഇവിടെ നിന്ന് പറഞ്ഞാൽ ലൈൻ ഇവിടെ വന്നു അല്ലേ? പിന്നെ എന്താണ്? അവിടുന്ന് ഒരെണ്ണം ഫോക്കസിൽ കൂടെ എങ്ങനെ പോകും അല്ലെ? ഒരെണ്ണം ഇങ്ങനെ ഫോക്കസിൽ കൂടെ പോയി. പിന്നെ ഒരു റേ എങ്ങനെയാണ്? ഇവിടുന്ന് അല്ലേ? ഒപ്റ്റിക് സെന്ററിൽ കൂടെ ഇങ്ങനെ പോയിട്ട് നമുക്കറിയാം അതെവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? ഫോക്കസിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അല്ലെ? ഫോക്കസിലാണ് ജോയിൻ ചെയ്യുന്നത്. അവിടെ ഇമേജ് സെയിം സൈസിലുള്ള ഇമേജ് ഉണ്ടാവും നമ്മൾ പഠിച്ചു. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമേ വെച്ച ഒബ്ജക്റ്റ്. ഇതാണ് നമുക്ക് ആദ്യത്തെ കിട്ടിയ ഇമേജ്. പിന്നെ എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? നമുക്ക് അടുത്തൊരു ഇമേജ് കിട്ടണം. അതെങ്ങനെയാണ്? റിയൽ ആയിരിക്കണം, ഇറക്റ്റ് ആയിരിക്കണം, സെയിം സൈസും ആയിരിക്കണം. അപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടു സെയിം സൈസ് ഉള്ള ഇമേജ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വെക്കണം? 2F വെക്കണം. ക്ലിയർ ആയല്ലോ? അപ്പൊ ഈ IM എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിനെ ഞാൻ അടുത്ത ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് വേറൊരു കോൺവെക്സ് ലെൻസ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുവാണ്. വേറൊരു കോൺവെക്സ് ലെൻസ് ഞാൻ ഇവിടെ വരയ്ക്കുകയാണ്. അതായത് ഇവിടെ F വരും. ഇവിടെയായിട്ട് ഞാൻ വേറൊരു കോൺവെക്സ് ലെൻസ് വരച്ചു. ക്ലിയർ ആയല്ലോ? അപ്പൊ എന്താണ്? ഇതാണ് ഒപ്റ്റിക് സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ്? F ഉണ്ട്, ഇവിടെ 2F ഉണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ കേസിൽ വരുവാണ് ഈ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഈ ഇതുണ്ടല്ലോ IM എന്ന് പറഞ്ഞാൽ ഇത് ഫസ്റ്റ് ലെൻസിന്റെ ഇമേജ് ആണ് ഇതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഈ IM എന്ന് പറഞ്ഞിരുന്ന ഈ സെക്കൻഡ്, ഇത് ഫസ്റ്റ് ലെൻസ്, ഇത് സെക്കൻഡ് ലെൻസ്. ഈ സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ഇതാണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇവിടുന്ന് ഞാനൊരു വരയ്ക്കുകയാണ്. റേ ഡയഗ്രം ഞാൻ ഇവിടുന്ന് വരയ്ക്കുകയാണ്. അപ്പൊ ഇതേപോലെ തന്നെ ഇവിടെ വന്ന് നമുക്കറിയാം ഇവിടെ വന്ന് വീഴും അല്ലെ? അവിടെ വന്ന് നേരെ കേട്ടോ, നേരെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വരയ്ക്കണം. ഇവിടെ വന്ന് വീണു. ദെൻ അടുത്ത എന്താണ്? അത് ഏതിൽ കൂടെ കടന്നു പോകും? F കൂടെ അല്ലെ? F കൂടെ കടന്നു പോകും. അനദർ റേ ഇല്ല, അനദർ റേ എങ്ങനെയാണ്? ഇവിടുന്ന് വന്നിട്ട് നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകും. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ എവിടെയാണ് ജോയിൻ ചെയ്യുന്നത്? 2F ജോയിൻ ചെയ്യുന്നത്. അതായത് ഇവിടെ വെച്ചു ഈ കോൺവെക്സ് ലെൻസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഇതാണ് അതിന്റെ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് എവിടെ കിട്ടി? ഇവിടെ കിട്ടി. അതായത് ഈ ഒബ്ജക്റ്റിന്റെ സെയിം അല്ലെ? ഇതിന്റെ
സെയിം സൈസിലുള്ള ഇവിടെ കിട്ടി. സെയിം സൈസിലല്ലേ വരത്തുള്ളൂ. സെയിം സൈസ് വരണം എന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കണം ഒബ്ജക്റ്റ് ഇരിക്കേണ്ടത്? 2F ക്ലിയർ ആയല്ലോ? 2F വന്നിരിക്കുന്നത്. ദെൻ അത് റിയൽ ഇമേജ് ആണല്ലോ, സ്ക്രീനിൽ ഇവിടെ കിട്ടും. പിന്നെ എന്താണ് ഇറക്റ്റ്. ഈ ലെൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കിട്ടിയ ഇതെന്താണ്? ഇറക്റ്റ് ആണ്. മനസ്സിലായല്ലോ? അപ്പൊ ഈ ഒരു രീതിയിൽ വേറൊരു കോൺവെക്സ് ലെൻസ് നമ്മൾ എടുത്തിട്ട് 2F ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കിട്ടും, ഇമേജ് നമുക്ക് ഇവിടെ കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? സോ യൂസിങ് എ സെക്കൻഡ് കോൺവെക്സ് ലെൻസ് ആൻഡ് പ്ലേസിംഗ് ദ ഫസ്റ്റ് ഇമേജ് അറ്റ് ഇറ്റ്സ് 2F പൊസിഷൻ. ഫസ്റ്റ് ഇമേജ് സെക്കൻഡ് കോൺവെക്സ് ലെൻസിന്റെ 2F പൊസിഷനിൽ വെക്കുക. അപ്പൊ ഫൈനൽ ഇമേജ് നമുക്ക് എങ്ങനെ കിട്ടും? റിയൽ ആയിട്ട് കിട്ടും, ഇറക്റ്റ് ആയിട്ട് കിട്ടും, സെയിം സൈസിലും കിട്ടും. മനസ്സിലായല്ലോ? അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇച്ചിരി ഒന്ന് കുഴപ്പിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും കേട്ടോ. Then അടുത്ത ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ. When an object is placed at the principal focus of a lens, an image that is erect and diminished is obtained. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു ലെൻസിന്റെ മുഖ്യ ഫോക്കസിൽ അല്ലെ, മുഖ്യ ഫോക്കസിൽ ഒരു വസ്തു വെച്ചപ്പോ എങ്ങനെ കിട്ടി? ഇമേജ് എങ്ങനെയായിട്ട് കിട്ടി? ഇമേജ് ഇറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഇമേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് ലെൻസ് ഈസ് ദിസ്? എവിടെയാണ് വെച്ചത്? ഫോക്കസിലാണ് വെച്ചത്. ഫോക്കസിൽ വെക്കുമ്പോൾ അവിടെ ഇറക്റ്റ് കിട്ടണം, നിവർന്നതായിരിക്കണം, ഡിമിനിഷ്ഡ് ആയിരിക്കും. അപ്പൊ ഏത് ലെൻസ് ആയിരിക്കും? നമ്മൾ പഠിച്ചതാണ്. ഏതാണ്? കോൺകേവ് ലെൻസ് ഇല്ലേ? കോൺകേവ് ലെൻസ് ആയിരിക്കും അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഡ്രോ ദ റേ ഡയഗ്രം ഓഫ് ദി ഇമേജ് ഫോർമേഷൻ. ഇമേജ് ഫോർമേഷന് റേ ഡയഗ്രം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. വരയ്ക്കാമല്ലോ. കോൺകേവ് ലെൻസ് ആണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് കേട്ടോ. ലൈൻ വരച്ചു. ഇനി എന്താണ് നമ്മുടെ കോൺകേവ് ലെൻസ് ഇല്ലേ? കോൺകേവ് ലെൻസ് ഒക്കെ നിങ്ങൾ വൃത്തിയായിട്ടൊക്കെ വരയ്ക്കണം കേട്ടോ. റഫായിട്ട് അങ്ങ് വരയ്ക്കുകയാണ്. ഇതാ ഇവിടെയാണ് F എന്ന് കൺസിഡർ ചെയ്തു. ഇതാ ഇവിടെ 2F കൺസിഡർ ചെയ്യുവാണ് അല്ലെ. നമുക്കറിയാം കോൺകേവ് ലെൻസിന് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഫോക്കസിൽ അല്ലെ? ഫോക്കസിലാണ് ഇവിടെ. ഫോക്കസിൽ ഇവിടെ വസ്തു വെച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഒരു റേ ഇങ്ങനെ വരും അല്ലെ. ഇങ്ങനെ വന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അത് നേരെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ പോവാണല്ലോ സംഭവം. ഇനി അടുത്ത റേ എങ്ങനെയാണ്? അടുത്ത റേ ഇവിടെ വന്നിട്ട് നമ്മുടെ ഇങ്ങനെ ഇവിടെയാണ് ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകും അല്ലെ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ അടുത്ത റേ കടന്നു പോകും അല്ലെ. അപ്പൊ എന്താണ് ഇത്? നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുവാണല്ലോ വേണ്ടത് അല്ലേ. അപ്പൊ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോ എങ്ങനെ വരും? ഇതിങ്ങനെ ഇങ്ങോട്ട് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കും അല്ലെ. ഫോക്കസിൽ നിന്ന് വരുന്നതായിട്ടല്ലേ നമ്മൾ വരയ്ക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരയ്ക്കും. ജോയിൻ ചെയ്യുന്ന ഈ പോയിന്റ് അല്ലേ ഇമേജ് ഉണ്ടാവുന്നത്. മനസ്സിലാവും? അപ്പൊ ഇതാണ് നമ്മുടെ റേ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ വരയ്ക്കുക കേട്ടോ. പെൻസിലും സ്കെയിലും ഒക്കെ വെച്ച് നീറ്റായിട്ട് തന്നെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇതാണ് IM. പേരൊക്കെ കൊടുക്കണം. IM ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ് OB. The next question, the image IM കേട്ടോ. IM obtained when an object is placed in front of a lens is depicted അല്ലെ. ഒരു ലെൻസിന് മുന്നിൽ ഒരു വസ്തു വെച്ചപ്പോ എന്താണ്? പ്രതിബിംബം ഇവിടെ IM കിട്ടി. IM എന്ന് കിട്ടി. അതാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ഈ PO അല്ലെ. PQ ആണ് കേട്ടോ. PQ ആണ്. ഈ PQ ആണ് നമ്മൾ ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ലെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നു. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, if PQ is a lens in the figure, what type of a lens does PQ represent? PQ ലെൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള ലെൻസ് ആയിരിക്കും? ഇവിടെ കിട്ടിയ ഇമേജ് എങ്ങനെയാണ്? ഇൻവേർട്ടർ ആയിട്ടുള്ള ഇമേജ് ആണല്ലോ. അപ്പൊ ഏത് ലെൻസ് ആയിരിക്കും? കോൺവെക്സ് ലെൻസ് ആയിരിക്കുമല്ലോ. ഏതാണ്? കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ഈ PQ എന്ന് പറഞ്ഞിരിക്കുന്നത് കോൺവെക്സ് ലെൻസ് ആയിരിക്കും. ക്ലിയർ ആയല്ലോ? ഇനി കംപ്ലീറ്റ് ദ റേ ഡയഗ്രം ആൻഡ് ഫൈൻഡ് ദ പൊസിഷൻ ഓഫ് ദ ഒബ്ജക്റ്റ്. റേ ഡയഗ്രം വരച്ചിട്ട് ഒബ്ജക്റ്റിന്റെ പൊസിഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റേ ഡയഗ്രം നമുക്ക് എങ്ങനെ വരയ്ക്കാം? നമുക്കറിയാം ഇവിടെ ഏതാണ്? ബിയോണ്ട് 2F. 2Fന് അപ്പുറത്തായിട്ടാണ് എന്തുണ്ടായിരിക്കുന്നത്? ഇമേജ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഒബ്ജക്റ്റിന്റെ പൊസിഷൻ എവിടെയായിരിക്കും? ആലോചിച്ച് നോക്കിയാൽ ബിയോണ്ട് 2F ആണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 2Fലാണെങ്കിൽ 2Fലായിരിക്കും അല്ലേ. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴല്ലേ പിന്നെ അങ്ങോട്ട് പോകത്തുള്ളൂ. അപ്പൊ എവിടെയായിരിക്കും? ഏകദേശം ഇവിടെ ബിറ്റ്വീൻ 2F ആൻഡ് Fന്റെ ഇടയിലായിരിക്കും എന്തിരിക്കുന്നത്? എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ റേ ഡയഗ്രം വരയ്ക്കുക അല്ലെ. റേ ഡയഗ്രം നമ്മൾ ഇങ്ങനെ നീറ്റായിട്ട് തന്നെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഒരു റേ എങ്ങനെയാണ്? നീറ്റായിട്ട് വരയ്ക്കുക. ഒരു റേ എങ്ങനെയാണ് പോകുന്നത്? ഒരു റേ നമ്മുടെ ഫോക്കസിൽ കൂടെ കടന്നു പോകും അല്ലെ. ഒരു റേ ഫോക്കസിൽ കൂടെ കടന്നു പോകും. മറ്റേ റേ എങ്ങനെയാണ്? ഒപ്റ്റിക് സെന്ററിൽ കൂടെ അല്ലെ. ഒപ്റ്റിക് സെന്ററിൽ കൂടെ കടന്നു പോകുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ കിട്ടും. അത് നീറ്റായിട്ട് തന്നെ വരയ്ക്കണം. ആരോ മാർക്കൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അപ്പൊ എവിടെ ഇരിക്കണം? ഒബ്ജക്റ്റ് ബിറ്റ്വീൻ 2F ആൻഡ് F. അതിന്റെ ഇടയിൽ വന്നാലുള്ളൂ ബിയോണ്ട് 2F. ആ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ബിയോണ്ട് 2F ആവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയായിരിക്കും? ബിറ്റ്വീൻ F ആൻഡ് 2F ആയിരിക്കും ഇമേജ് ഉണ്ടാകുന്നത്. 2Fൽ ആവുകയാണെങ്കിൽ പിന്നെ
പിന്നെ ഇമേജ് ഉണ്ടെന്ന് 2F-ലാണ്, 2F F-നാണെന്നുണ്ടെങ്കിൽ അത് ബിയോണ്ട് 2F. ക്ലിയർ ആയാലോ? ആ ഒരു ഫോർമാറ്റിൽ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ക്ലിയർ ആയാലോ? ഇനി ദ ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡാഷ് ദാൻ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്. ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും കുറവായിരിക്കുമോ കൂടുതലായിരിക്കുമോ അവിടെ എന്താണ് ഇമേജിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്? നമുക്കറിയാം ഇങ്ങോട്ട് പോകുന്നതോടെ എന്താണ് മാഗ്നിഫൈ ചെയ്ത് പോവല്ലേ ചെയ്യുന്നത്. അപ്പം ഗ്രേറ്റർ ആയിരിക്കും, അതായത് കൂടുതൽ ആയിരിക്കും. ഇനി അടുത്ത എന്താണ്? ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഈസി ആയിട്ട് ചെയ്യാലോ. മാഗ്നിഫിക്കേഷൻ, പവർ ഓഫ് എ ലെൻസ്, റിയൽ ഇമേജ്. നമുക്ക് ഓരോന്നും നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്ത് നോക്കാം. മാഗ്നിഫിക്കേഷൻ ഏതാണ് വരുന്നത്? ഇക്വേഷൻ ഉണ്ട് അല്ലെ, HI/. മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഏതാണ്? ഇത് വരും അല്ലെ, HI/HO ആണ് വരുന്നത്. അപ്പൊ എന്ത് വരും? ഇതാണ് വരുന്നത് അല്ലെ, മാഗ്നിഫിക്കേഷൻ ഇതാണ് വരുന്നത്. പിന്നെ അടുത്ത ഏതാണ്? മാഗ്നിഫിക്കേഷൻ മറ്റൊരു ഇക്വേഷൻ C കോളത്തിൽ ഏതാണ് വരുന്നത്? ഈ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ, V/U. അപ്പൊ ഇങ്ങോട്ട് നമുക്ക് വരയ്ക്കാം, V/U ആണ് വരുന്നത്. ഇത് ഇങ്ങോട്ട് കണക്ട് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് നോക്കിയേ, പവർ ഓഫ് എ ലെൻസ്. ഇക്വേഷൻ ഏതാണ്? ഇത് വരും അല്ലെ, പവർ ഓഫ് എ ലെൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ഇങ്ങോട്ട് വരും. ദെൻ പവറിന്റെ യൂണിറ്റ് നമുക്കറിയാലോ ഏതാണ്? ഡയോപ്റ്റർ ആണ് അല്ലെ. അപ്പൊ അവിടുന്ന് നേരെ ഇങ്ങോട്ടും വരും. പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. ഇനി അടുത്ത ഏതാണ്? റിയൽ ഇമേജ്. റിയൽ ഇമേജ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആയിരിക്കും, അതായത് തലകീഴായതായിരിക്കും റിയൽ ഇമേജ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത് വരും. ദെൻ പിന്നെ എങ്ങനെയാണ് റിയൽ ഇമേജിന്റെ കേസിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും അടുത്തത് വരുന്നത്? HI, ഹൈറ്റ് ഓഫ് ദി ഇമേജ് റിയൽ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇങ്ങോട്ട് ക്ലിയറായല്ലോ? ഇതാണ് സംഭവം. എളുപ്പമാണല്ലോ. അപ്പൊ ഇത്രയും 10 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ലെറ്റർ സക്സസിലുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. വളരെ ഇച്ചിരി കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഉണ്ട് കേട്ടോ. അത് കൺസെപ്റ്റ് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തരുന്നത്. കൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചവർക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. നിങ്ങൾ കൃത്യമായിട്ട് ചാപ്റ്റർ പഠിച്ചിട്ട് ഓരോന്നും ചെയ്ത് നോക്കുക, തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ആൻസർ ചെക്ക് ചെയ്യുക, അതാണോ കിട്ടുന്നതെന്നുള്ളത്. ഇത്രയും നമ്മൾ ചെയ്ത ഈ ഒരു സെക്ഷൻ നിങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. ചോദിക്കുക, ഡൗട്ട് മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോണ്ടിരിക്കല് ചോദിക്കുക, വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മൾ ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിലേക്ക് ഒരുപാട് കുട്ടികൾക്ക് സംശയമുണ്ട്, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ വരുന്ന നോക്കാം കേട്ടോ. അതൊക്കെ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കണം. എല്ലാവരും നല്ലതുപോലെ പഠിക്കുക, മാക്സിമം ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളുക. ബാക്കി ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.